ഇമ്മാനുവൽ വിണ്ണിൽ നിന്നും മണ്ണിൽ വന്ന ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി. വേനൽ ചൂട് കൂടിയതോടെ വെള്ളിയാങ്കല്ല റെഗുലേറ്റർ ഉൾപ്പെടുന്ന പട്ടാമ്പി ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നു. ഇത്തവണ വേനൽ മഴയിലും കാര്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട്. വെള്ളിയാങ്കല്ല സംഭരണിയിലെ വെള്ളം പട്ടാമ്പി ഭാഗത്ത് വലിയ തോതിലാണ് കുറഞ്ഞത്. വേനൽ ചൂട് കടുത്തതോടെ പട്ടാമ്പി ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി താഴാൻ തുടങ്ങി. തൃത്താല വെള്ളിയാങ്കല്ല് ജലസംഭരണിയുടെ തണലിൽ പട്ടാമ്പി വരെ പുഴയിൽ ജലസമൃദ്ധിയായിരുന്നു. എന്നാൽ ഈ ജലസമൃദ്ധിയാണ് നാൾക്കുനാൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പട്ടാമ്പി പാലത്തിന് ഇപ്പുറം വരെ പുഴ നിറഞ്ഞു നിന്നിരുന്ന സാഹചര്യമായിരുന്നു മുൻവർഷങ്ങളിൽ ഉണ്ടായത്. എന്നാൽ ഇത്തവണ ഇവിടെ പുഴ നീർച്ചാലാകുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. ദിവസേനയൊന്നോളം ജലനിരപ്പ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. തൃത്താല വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന്റെ ഭാഗമായ പട്ടാമ്പി മേഖലയിലെ ഭാരതപ്പുഴയിൽ മണൽത്തിട്ട് പുറത്തു വന്ന സ്ഥിതിയാണ്. പട്ടാമ്പി നഗരസഭയുടെ പമ്പിംഗ് ഹൗസ് പ്രദേശമായ തോട്ടുകണ്ടം ഭാഗത്ത് നിർമ്മിച്ച താൽക്കാലിക തടയണിലും വെള്ളം കുറഞ്ഞിട്ടുണ്ട്. നിലവിൽ പമ്പിങ്ങിന് പ്രശ്നമില്ലെങ്കിലും വരും ദിവസങ്ങളിൽ പമ്പിങ്ങിന്റെ സമയദൈർഘ്യം കുറയ്ക്കേണ്ടി വരുമെന്നാണ് സൂചന. 11 മേജർ കുടിവെള്ള പദ്ധതികൾക്കും തൃശൂർ ജില്ലയിലെ നിരവധി പഞ്ചായത്തുകൾക്കും 3 നഗരസഭകൾക്കും വെള്ളമെത്തിക്കുന്ന പാവട്ടി ശുദ്ധജല വിതരണ പദ്ധതി തൃത്താല റെഗുലേറ്ററിന്റെ കീഴിലാണ്. റെഗുലേറ്ററിന്റെ പരമാവധി ജലസംഭരണ ശേഷി 4.5 മീറ്റർ ആണെങ്കിലും വേനലിൽ ഇത്രയും ജലനിരപ്പ് നിലനിർത്താൻ കഴിയാത്ത സ്ഥിതിയാണ്. ജലനിരപ്പ് തുടർച്ചയായി നിർത്തിയെങ്കിൽ മാത്രമേ ഇവിടെ പമ്പിംഗ് തടസ്സമില്ലാതെ നടത്താനാകൂ. അതേസമയം ജലനിരപ്പ് വലിയ തോതിൽ താഴ്ന്ന സാഹചര്യത്തിൽ മലമ്പുഴ അണക്കെട്ട് തുറന്ന് പടിഞ്ഞാറൻ മേഖലയ്ക്ക് വെള്ളമെത്തിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. പല ജനപ്രതിനിധികളും ഇക്കാര്യം ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് കത്തും നൽകിയിട്ടുണ്ട്. വേനൽ മഴ ലഭിക്കാത്തതും പടിഞ്ഞാറൻ മേഖലയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്.